ഞാൻ മിനി നജീബ് ആർട്ടിസ്റ്റിക് ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡെൻഡ്രോബിയത്തിൻ്റെ 2 സ്പീഷീസിൻ്റെ പൂക്കളെ പരിചയപ്പെടുത്താം. ഇത് നമുക്ക് വളരെ ഭംഗിയുള്ള പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഡെൻഡ്രോബിയം ഗാറ്റൻ സൺറേ. ഇതിൻ്റെ പൂക്കൾ ഗോൾഡൻ യെല്ലോ കളറിൽ നല്ല മെറൂൺ ലിപ്പും ബട്ടർഫ്ലൈയുടെ ഷേപ്പുമാണ് ഈ ഫ്ലവറിനുള്ളത്. എന്നാൽ നല്ല മണമുള്ള പൂക്കളുമാണ്. ഈ വെറൈറ്റി ഇഷ്ടപ്പെടുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ്. അതിന് യോജിച്ച ക്ലൈമറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വർഷത്തിൽ 2 പ്രാവശ്യം വരെ പൂക്കാറുണ്ട്. ഒന്നുകിൽ അത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലും പൂക്കും. അത് കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസങ്ങളിലാണ് സാധാരണ ഇത് പൂക്കാറുള്ളത്. എനിക്ക് ഇത് ഏപ്രിലിൽ പൂത്ത ഫ്ലവറാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൽ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ 1 മാസം എന്തായാലും അത് നല്ലതുപോലെ വാടാതെ നിൽക്കും. ഈ ഓർക്കിഡിനെ പരിചരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു കെയറിൻ്റെയും ആവശ്യമില്ല. എല്ലാ ഓർക്കിഡിനും കൊടുക്കുന്ന പോലെ തന്നെ വളവും വെള്ളവും എല്ലാം കൊടുത്താൽ മതി. ഓർക്കിഡിൻ്റെ എല്ലാം വളർച്ചയ്ക്ക് ഹ്യൂമിഡിറ്റി ആവശ്യമുള്ളതുപോലെ തന്നെ ഈ വെറൈറ്റിയും നല്ലതുപോലെ ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ്. ഈ വെറൈറ്റി 4-5 അടി വരെ ഹൈറ്റിൽ വളരുന്നൊരു വെറൈറ്റിയാണ്. എന്നാൽ ഇതിൻ്റെ തണ്ടിന് വലിയ ബലമില്ല, പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നൊരു ടൈപ്പുമാണ്. ഇത് ഫ്ലവർ ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റെമ്മിൽ ലീഫ് വന്ന നോഡിൽ നിന്നാണ് ഫ്ലവർ ഉണ്ടാകുന്നത്. ഈ പ്ലാന്റ് മെച്യൂർ ആവും തോറും എല്ലാ നോഡിൽ നിന്നും നിറയെ ഫ്ലവർ ഉണ്ടാവും. അത് ഈ ഫ്ലവർ ഹാങ് ചെയ്താണ് കിടക്കുന്നത്, മുകളിലോട്ട് നിൽക്കുകയല്ല, ഹാങ് ചെയ്ത് താഴോട്ടാണ് കിടക്കുന്നത്. ഒരു കൊലയിൽ 10-15 ഫ്ലവർ വരെ ഉണ്ടാവാറുണ്ട്. ഇനി ഡെൻഡ്രോബിയത്തിൻ്റെ വേറൊരു സ്പീഷീസിൻ്റെ പൂ കാണാം. ഇതാണ് ഡെൻഡ്രോബിയം സാലസെൻസ്. ഈ പ്ലാന്റിൻ്റെ തണ്ടിന് നമുക്ക് മുളയുടെ തണ്ടുമായിട്ട് നല്ല സാദൃശ്യമുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഓരോ സ്റ്റെമ്മിനും ഘനം കുറവാണെങ്കിലും നല്ല ബലവുമുണ്ട്. അതുകൊണ്ട് സപ്പോർട്ടില്ലാതെ തന്നെ അത് നിന്നോളും. ഈ വെറൈറ്റി 1 മീറ്റർ ഹൈറ്റിൽ വരെ വളരാറുണ്ട്. ഈ പ്ലാന്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഇഷ്ടപ്പെടുന്നത്. എന്നാലും ചൂട് കൂടിക്കഴിഞ്ഞാൽ ലീഫിൻ്റെ അറ്റമെല്ലാം ഇതുപോലെ ചെറിയ കരിച്ചിലുണ്ടാവും. ഈ വെറൈറ്റിയുടെ പൂക്കൾ വളരെ ചെറിയ ഫ്ലവേഴ്സാണ്. അത് പൂക്കുന്ന സമയത്ത് പ്ലാന്റ് ഫുള്ളായി പൂക്കുകയും ചെയ്യും. ഈ ഓർക്കിഡിലും അതെ, ലീഫ് വന്ന നോഡിൽ നിന്നെല്ലാം ഓരോ നോഡിൽ നിന്നും 2 ഫ്ലവേഴ്സ് വെച്ചാണ് സാധാരണ ഉണ്ടാകുന്നത്. അതുമല്ല, ഒരു തവണ ഫ്ലവർ വന്ന നോഡിൽ തന്നെ വീണ്ടും ഫ്ലവർ ചെയ്യാറുണ്ട്. അതുമല്ല, ഓരോ നോഡിലും 2 പൂക്കൾ വെച്ചാണ് വിരിയുന്നത്. ഇതിൻ്റെ ഇലകൾക്കും മുളയുടെ ഇലകളുമായി നല്ല സാദൃശ്യമുള്ളതാണ്. അതുപോലെ കട്ടി കുറവും വീതി കുറവുമാണ്. ഇതിൻ്റെ ഫ്ലവറിങ് സീസണും മാർച്ച് ഏപ്രിൽ മെയ്യും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസങ്ങളിലാണ് ഇതും ഫ്ലവർ ചെയ്യുന്നത്. പൂക്കൾ ഉണ്ടാകുമ്പോൾ ഈ പ്ലാന്റ് നിറച്ച് ഒന്നിച്ചാണ് പൂക്കൾ വരുന്നത്. അപ്പോൾ കാണാൻ വളരെ ഭംഗിയാണ്. ചെറിയ മണമുള്ള പൂക്കളുമാണ് ഇതിൻ്റേത്. എന്നാൽ ഒരുപാട് ദിവസം ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവറല്ല. ഒരു 3-4 ദിവസം ആകുമ്പോൾ ഓരോ ഫ്ലവറും പൊഴിഞ്ഞു പോകും. ഇതിൻ്റെ പൂക്കൾ പൊഴിയുന്നത് ആദ്യം വരുന്ന പൂക്കളനുസരിച്ചാണ് പൊഴിയുന്നത്. എന്നാലും അതിനകത്ത് ഫ്ലവറിങ് സീസണിൽ എപ്പോഴും പൂക്കളുണ്ടായിരിക്കും. ഈ ഓർക്കിഡ് പ്രത്യേക പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. ഡെൻഡ്രോബിയത്തിൻ്റെ പല സ്പീഷീസുകളും സാധാരണ വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ പൂക്കാറുള്ളൂ. എന്നാൽ ഈ 2 വെറൈറ്റിയും അനുയോജ്യമായ ക്ലൈമറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വർഷത്തിൽ 2 പ്രാവശ്യവും പൂക്കാറുണ്ട്. ഞാൻ ഡെൻഡ്രോബിയത്തിൻ്റെ ഈ സ്പീഷീസുകളെല്ലാം വളർത്തി മനസ്സിലാക്കിയത് സാധാ ഡെൻഡ്രോബിയം വളർത്തുന്നതിനേക്കാളും എളുപ്പമാണ് ഈ സ്പീഷീസുകൾ വളർത്താൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.